ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തിക അനഘയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അർച്ചന, നീ എന്താണെങ്കിലും നാളെ വാ. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ നിനക്ക് ഞാൻ സന്ദീപിനെ പിടിച്ചു വാങ്ങി തരികയാണ്. പിന്നെ അവന് അജയൻ്റെ കയ്യിൽ നിന്നും ചില അടികളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും കുഴപ്പമില്ല, നാളെ നിങ്ങളുടെ വിവാഹം നടക്കാൻ പോവുകയല്ലേ. ഇനി മുതൽ നെല്ലിശ്ശേരിയിൽ ഭരണം നടത്തുന്നത് മൂത്ത മരുമകളും ഏറ്റവും ഇളയ മരുമകളും ചേർന്നാണ്. ഇവിടെ എല്ലാവർക്കും ഭ്രാന്ത് പിടിപ്പിക്കണം നമുക്ക്. നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടി ആയിരിക്കരുത് നീ അകത്തേക്ക് കയറുന്നത്, അർച്ചനയുടെയും ആതിരയുടെയും നെഞ്ചത്ത് ചവിട്ടി ആയിരിക്കണം എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ടെൻഷനോടെ ഇരിക്കുന്ന അർച്ചനയുടെ അടുത്തേക്ക് സച്ചി വരികയാണ്. എന്താടോ, തനിക്ക് എന്തു പറ്റി? ഇന്നലെ എനിക്ക് ധൈര്യം തന്ന ആളാണ്, ഇപ്പോൾ ഇരിക്കുന്ന കണ്ടില്ലേ? താനല്ലേ പറഞ്ഞത് ഇന്ന് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകുമെന്ന്? പിന്നെ എന്താ തനിക്കിത്ര ടെൻഷൻ? ഞാൻ പറഞ്ഞെന്നൊക്കെയുള്ളത് നേരാണ്, പക്ഷേ അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ പ്രശ്നം പരിഹരിക്കാനാ ഞാൻ നോക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു കൊലപാതകം നടക്കുമെന്നാ. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, താൻ അവന്തികേട്ടത്തെ ഉദ്ദേശിച്ചാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. എന്തൊക്കെ ചെയ്തിട്ട് ഈ നിശ്ചയം മുടക്കാൻ പറ്റില്ലെന്ന് കാണുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും സന്ദീപിൻ്റെയും ആതിരയുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാവരെയും കാണിക്കും. പിന്നെ അച്ഛൻ ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് പിന്നെ ക്ഷമിക്കുമായിരിക്കും, പക്ഷേ അവന്തികേട്ടത്തി ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നമുക്ക് പതിയെ പറഞ്ഞ് മനസ്സിലാക്കാം. അതേപോലെ തന്നെ തൻ്റെ അച്ഛനും അമ്മയും അനൂപേട്ടനും ഇവർക്കും ദേഷ്യമായിരിക്കും. നമ്മൾ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമായിരിക്കും. താൻ അവിടെയൊന്നും തകർന്നു പോകരുത്. തൻ്റെ ഒപ്പം ഞാനുണ്ടെന്നും സച്ചി പറയുമ്പോൾ എന്താണെങ്കിലും ഇന്നത്തോടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകുമെന്ന് അർച്ചനയും പറയുന്നു. അങ്ങനെ അർച്ചനയും സച്ചിയും ഇറങ്ങാൻ നേരം അവന്തികയെ കാണുകയാണ്. ഏട്ടത്തി വൃന്ദാവനത്തിലേക്കാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അല്ലെന്നും അവിടേക്ക് വരാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാനെന്നും അവന്തിക പറയുന്നു. ഇപ്പൊ തന്നെ സന്ദീപിൻ്റെയും അനഘയുടെയും കാര്യങ്ങൾ എല്ലാവരും ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് വയ്യ ഇനിയും ചോദ്യങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ. ആതിരോട് പറഞ്ഞേക്കണം എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക ഇറങ്ങാൻ നേരം അർച്ചന അവന്തികയെ നോക്കുകയാണ്. അർച്ചനയെ ഒന്ന് പുച്ഛത്തോടെ നോക്കി അവന്തിക അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവന്തികയുടെ പിന്നാലെ പോയി നോക്കുകയാണ് അർച്ചന. എന്നാൽ ഇതിനോടകം തന്നെ അവന്തിക പോയിട്ടുണ്ടായിരുന്നു. അതേസമയം സച്ചിയും പുറത്തേക്ക് വരുന്നു. ഏട്ടത്തി ഇത്ര വേഗം പോയോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ് അർച്ചന. സച്ചിയേട്ടൻ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി ഡോക്ടർ സന്ധ്യയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി വൃന്ദാവനത്തിലേക്ക് പോകുന്നതാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അർച്ചനയെ സന്ധ്യ വിളിക്കുകയാണ്. കോൾ കട്ടായുടൻ അർച്ചന പറയുകയാണ്, സച്ചിയേട്ടൻ വീട്ടിലേക്ക് പോയിക്കോ, സന്ധ്യ ഡോക്ടറും നമ്മളുടെ ഒപ്പം വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഡോക്ടറെ ഒപ്പം വരാം. വേണ്ടടോ, നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റോഡിലിറങ്ങുകയാണ് അർച്ചന. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡോക്ടർ സന്ധ്യ പറഞ്ഞുവിട്ട കാർ അങ്ങോട്ടേക്ക് വരികയും അതിൽ കയറി അവന്തികയെ പിന്തുടർന്നുകൊണ്ട് അർച്ചന പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക അജയനെ കാണുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അർച്ചന മറഞ്ഞു നിന്ന് അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയാണ്. നീ ഇത്രയും നാളും ചെയ്തതിൻ്റെ ശമ്പളം നിനക്ക് വേണ്ടേയെന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക അജയന് കാശ് കൊടുക്കുന്നു. എന്താണെങ്കിലും നീയും കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാ കാര്യങ്ങളെല്ലാം ഇവിടെ വരെ എത്തിയത്. പിന്നെ ഞാൻ പറഞ്ഞ കള്ളം അത് എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട്. സന്ദീപും അനഘയും കൂടി ഒളിച്ചോടി പോയതാണെന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ വിവാഹ നിശ്ചയം നടക്കില്ലെന്ന്. ഇത് കേൾക്കുന്ന അജയൻ പറയുകയാണ്, അവളല്ല, അവളുടെ അച്ഛൻ ദയാനന്ദ മാഷ് വിചാരിച്ചാൽ പോലും ഈ നിശ്ചയം മുടക്കാൻ സാധിക്കില്ല. എന്താണെങ്കിലും നീ ഒന്ന് കരുതിയിരുന്നോണം. ആ അർച്ചന ഈ നിശ്ചയം മുടക്കാനായി എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുകയാണെങ്കിലേ നീ ആതിരെ അങ്ങ് പൊക്കണം. എന്നിട്ട് സന്ദീപ് അനഘ ഒളിച്ചോട്ടം പോലെ ഒരു കഥ നമുക്ക് അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാം. അതൊക്കെ ഞാൻ ഏറ്റു മേഡം. മേഡം ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ലെന്നും അജയൻ പറയുന്നു. അല്ല മേഡം, ഇത്രയൊക്കെ തല്ലിച്ചതച്ചിട്ടും സന്ദീപ് ഇതുവരെ ആതിരയെ വേണ്ടെന്നോ അനഘയെ വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ വിവാഹം മേഡം എങ്ങനെ നടത്താൻ പോകുന്നു, എപ്പോൾ നടത്താൻ പോകുന്നെന്ന് അജയൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അവരുടെ വിവാഹം ഇന്നാണ്. വൃന്ദാവനം വീട്ടിൽ നിന്റെയും ആതിരയുടെയും വിവാഹ നിശ്ചയം നടക്കുന്ന അതേ മുഹൂർത്തത്തിൽ നിലവിളക്ക് കൊടുത്ത് അനഘയെ ഞാൻ അവിടുത്തെ മരുമകളായി നെല്ലിശ്ശേരിയിലേക്ക് കയറ്റും. അനഘയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അനഘ വരുന്ന അതേ സമയം തന്നെ സന്ദീപിനെ എൻ്റെ ആളുകൾ അഴിച്ചുവിടും. അങ്ങനെ അവർ രണ്ടുപേരും കൃത്യസമയത്ത് തന്നെ നെല്ലിശ്ശേരിയിലെത്തും. ഇത് കേൾക്കുന്ന അജയൻ ചോദിക്കുകയാണ്, അപ്പോൾ അവൻ പറയില്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനാണെന്നും ഈ വിവാഹത്തിന് അവൻ ഇഷ്ടമല്ലെന്നും? പറയും. അവൻ അങ്ങനെ പറയുമ്പോൾ എൻ്റെ അനിയത്തിക്ക് അവൻ്റെ പേരിലുണ്ടായ ചീത്തപ്പേരിൻ്റെ കാര്യം ഞാനും പറയും. തുടർന്ന് ഞാൻ കരുതി വച്ചിരിക്കുന്ന ആ താലി
സന്ദീപിന് നേരെ നീട്ടും. അങ്ങനെ ഗതികെട്ട് അവൻ ആ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും. അർച്ചനയില്ലാത്തതുകൊണ്ട് വേറെ തടസ്സവും ഒന്നും ഉണ്ടാകില്ല. എന്താണെങ്കിലും നീ ചെല്ലാൻ നോക്കാൻ അവന്തിക പറയുമ്പോൾ അജയൻ പറയുകയാണ്, എനിക്ക് ആ സന്ദീപിനെ ഒന്ന് ചെന്ന് കാണണം. ഇന്നവൻ്റെ അവസാന ദിവസമല്ലേ, അവനിട്ടൊരു കുത്തു കുത്തിയിട്ട് വേണം അവനെ വിടാൻ. അത്രയും പറഞ്ഞുകൊണ്ട് അജയൻ അവന്തികയോട് യാത്ര പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.